ഹലോ, അപ്പം ബിഗ് ബോസിന് ലേറ്റസ്റ്റ് വോട്ടിംഗ് റിസൾട്ട് വന്നിട്ടുണ്ട്. ഏറ്റവും ഫസ്റ്റുള്ളത് നമ്മുടെ ജിൻഡോ ആണ്. രണ്ടാമതുള്ളത് നമ്മുടെ സിജോ ആണ്. അതിനുശേഷം മൂന്നാമത് ജാസ്മിൻ. 3,25,412 വോട്ടാണ് ജാസ്മിന്. അതിനുശേഷം അർജുന് 2,66,903 വോട്ട്. അതിനുശേഷം നമ്മൾ ഋഷിക്ക് കിട്ടിയിരിക്കുന്നത് 2,42,378 വോട്ട്. പിന്നെ അഭിഷേക് ശ്രീകുമാർ 1,71,912 വോട്ട്. അതിനുശേഷം അൻസിബ 1,60,120 വോട്ട്. പിന്നെ നമ്മുടെ നോറ 1,57,613 വോട്ട്. ഏറ്റവും ലാസ്റ്റുള്ളത് നമ്മുടെ ഗബ്രിയാണ്. ഗബ്രി 1,54,316 വോട്ട്. അപ്പോൾ ഏതായാലും ജിൻഡോക്കൊക്കെ എക്കാലത്തെ പോലെ തന്നെ ഇപ്രാവശ്യം ഏറ്റവും ഹൈ വോട്ടിൽ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സിജോ. അപ്പോൾ ഏറ്റവും റിസ്ക്കിലുള്ളത് നമ്മുടെ ഗബ്രി, നോറ, അൻസിബ, ഇവർ 3 പേരാണ്. ഈ വീക്കിലധികം ഒന്നിക്കിൽ ഡബിൾ എവിക്ഷൻ അല്ലെങ്കിൽ ട്രിപ്പിൾ എവിക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഡബിൾ എവിക്ഷൻ ഷുവറാണ്, കാരണം 54 ദിവസമായി ഇപ്പോഴും അത്രയും മത്സരാർത്ഥികൾ അവിടെ ഉണ്ട്. അപ്പം ഡബിൾ എവിക്ഷൻ ഉറപ്പായിട്ടും ഉണ്ടാവും. ഗബ്രി, നോറ ഉറപ്പായിട്ടും എവിക്റ്റ് ആവാനാണ് സാധ്യത. അൻസിബ ചിലപ്പോൾ സേവ് ആവും. അൻസിബക്ക് ഓൾറെഡി നിൽക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല, എന്നാലും അൻസിബ സേവ് ആവും. ഒരു 2 ആഴ്ചയായിട്ട് ഇപ്പോൾ അങ്ങനെ കാണുന്നത്. അൻസിബക്ക് താല്പര്യമില്ല, പക്ഷേ ബിഗ് ബോസ് അല്ലെങ്കിൽ പ്രേക്ഷകർ അൻസിബനെ സേവ് ആക്കി കൊടുക്കും. അതുപോലെ ഗബ്രി പോയാൽ നമുക്ക് ജാസ്മിൻ്റെ ഒറ്റക്കുള്ള ഗെയിം കാണാൻ പറ്റും. അല്ല ഇനി കൂട്ടക്കരച്ചിലും ഒക്കെ ആയിട്ട് എനിക്ക് ജാസ്മിൻ്റെ ഗെയിമും കൂടി പോവുമോ അതും അറിയാൻ പറ്റില്ല. ഇല്ല, അതിന് സാധ്യതയില്ല. ജാസ്മിൻ നല്ല പുല്ല് പോലെ ഗെയിം കളിച്ച് കയറും. ഗബ്രിയിൽ എനിക്കൊന്ന് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ജാസ്മിൻ ഗെയിം കളിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നോറ നന്നായിട്ട് ഗെയിം കളിച്ച് വന്നതായിരുന്നു. പിന്നെ ഈ വിക്ടിം കാർഡ് ഇത് അങ്ങനത്തെ ചെറിയ കരച്ചിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ലാത്തൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. പക്ഷേ നോറയും ഈ വീക്ക് തന്നെ എവിക്റ്റ് ആവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഗബ്രി, നോറ ഓൾമോസ്റ്റ്